ഇന്നിപ്പോൾ ദാ ഐറൂസിൻ്റെ കുത്തിവെപ്പിൻ്റെ ദിവസമാണ് കേട്ടോ. 1.5 വയസ്സിൻ്റെ സൂചിയാണ് വെക്കാനുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു 2 വയസ്സാവാനായെങ്കിലും ഇപ്പോഴിതുവരെ വെക്കാൻ പറ്റിയില്ല കേട്ടോ. ഓരോ കാരണങ്ങളോട് അങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 11-11:30 ഇറങ്ങണം. അപ്പോഴേക്കും നമുക്ക് ഒരുപാട് പണികളൊക്കെ തീർക്കാനുണ്ട്. എന്നിട്ട് എന്താ ഇപ്പോൾ ഈ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കണമെന്നേക്കാരം വിചാരിക്കണത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇന്ന് ദോശയും പിന്നെ കടലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ദോശമാവ് ഞാൻ ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ അരി വെള്ളത്തിലിടുമല്ലോ, ഉഴുന്നും അരിയൊക്കെ. ആ സമയത്ത് തന്നെ ഞാൻ ഗ്രീൻ പീസും കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രി വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട്, ഈ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടത് എന്താ വെച്ചാൽ അത് ഐറൂസിന് എരിവ് തീരെ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് നമുക്കുള്ള മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ ഇന്ന് അങ്ങനെ രാവിലെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായ ഈ മുറ്റത്തുകൂടി ഇങ്ങനെ രാവിലെ ഇറങ്ങി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ആ കാര്യം. പക്ഷേ ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ വീട്ടമ്മമാർക്ക് അതൊരിക്കലും ചെയ്യാൻ പറ്റാറില്ല. കാരണം എഴുന്നേൽക്കണത് തന്നെ മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കണം, യൂണിഫോം അയൺ ചെയ്യണം, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അവരെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തലയിൽ വെച്ചിട്ടായിരിക്കും എന്നിട്ട് വരിക അല്ലേ. അപ്പോൾ ഇന്ന് അങ്ങനെ കുറച്ച് പടിയില്ല. കാര്യം ഒന്നാമത് എന്താ വെച്ചാൽ ഇതും ഒന്ന് സ്കൂൾക്ക് പറഞ്ഞേക്കണില്ല കേട്ടോ. അവർക്ക് പനിയായിട്ട് ശരിക്കും ഇവിടെ മാറിയിട്ടില്ല. അപ്പോൾ ഇനി മാറാതെ പറഞ്ഞയച്ചാൽ മറ്റു കുട്ടികൾക്ക് ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പറഞ്ഞേക്കണില്ല എന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമുക്ക് കുറച്ചൊരു റിലാക്സിൽ ഇങ്ങനെ നടക്കാൻ പറ്റണത്. അങ്ങനെ പിന്നെ ഒരു 8-8:30 കൂടി ആ കിച്ചണിലെത്തി. ആദ്യം തന്നെ നമ്മൾ ഈ ഐറൂസിനുള്ള ഒരു ഗ്രീൻ പീസ് മാറ്റി വെച്ചിട്ട് നമുക്കുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അതങ്ങനെ കറിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഐറൂസ് എഴുന്നേറ്റ് വന്നു. പിന്നാലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. മൂപ്പര് വന്നതിന് ശേഷമാണ് ഞാൻ മൂപ്പർക്കുള്ള ദോശ ചുടുന്നത്. വരുന്ന ആൾക്കാർക്ക് ഞാനങ്ങനെ ചുട്ടു കൊടുക്കാറാണ്. നമ്മളിവിടെ ചുട്ട് വെക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ ഐറൂസിനും എന്തായാലും ദോശ വേണമെന്നുണ്ടെങ്കിൽ പിന്നാലെ അങ്ങോട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേഗം അവന് ചുട്ടു കൊടുത്ത് രണ്ടാളും കൂടി അത് അവിടെ ഇരുന്ന് കഴിക്കണുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കത്തേക്ക് കുറച്ച് പണികൾ തീർത്ത് വെക്കാം. നമുക്ക് ഇവിടുന്ന് പോകുമ്പോഴേക്കും കുറച്ച് എന്തെങ്കിലും തീർത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുമ്പോൾ നല്ല പണി കിട്ടും. അപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിട്ടിയോ പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട, എന്താ വെച്ചാൽ ദോശ ഉണ്ടല്ലോ, രാവിലത്തെ ദോശയും കറിയൊക്കെ മതി ഉച്ചക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും പുറത്ത് പോയി വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും എന്ന്. അപ്പോൾ ചെറിയ കുറച്ച് പണികളാണ് തീർത്ത് വെക്കാണ്. ചോറ് വേവിച്ച് ഊറ്റി വെക്കാമെന്ന് കരുതി. അതിനൊപ്പം തന്നെ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. പിന്നെ അതാ പാവക്ക ഞാൻ ഉപ്പേരി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാവക്ക തോരന് അത് ഞാൻ കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിക്കട്ടോ. ഞാൻ ആദ്യം തൂമിച്ച് അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങനെ ഇളക്കി വേവിക്കാറാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ നമ്മൾ പോയി വന്നിട്ട് തൂമിക്കാമെന്ന് കരുതി. പിന്നെ മോളൂനുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് മുട്ടയും ആപ്പിളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി. അപ്പോൾ ഇനി പോയി വന്നിട്ടുള്ള വിശേഷങ്ങളായിട്ട് കാണാൻ. ബൈ ബൈ.